നമസ്കാരം. പാലക്കാട് ചിറ്റൂരുള്ള സ്കൂളിൽ കുട്ടികൾ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടേക്ക് 3 VHP പ്രവർത്തകർ കടന്നു ചെന്നിട്ട് കുട്ടികളോട് ബഹളം വെക്കുകയും ക്രിസ്മസ് ആഘോഷിക്കണ്ട എന്നൊക്കെ പറയുകയും സ്കൂളിൽ ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു സംഘർഷം സൃഷ്ടിച്ചിട്ട് അവർ ഇറങ്ങി പോവുകയും ഒക്കെ ചെയ്തു. ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ കേസ് എടുത്തു എന്നൊക്കെയാണ് പോലീസുകാർ പറഞ്ഞത്. പിന്നീട് ഇന്നലെ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ചാനലുകളിലൊക്കെ തന്നെ ചർച്ചയുണ്ടായിരുന്നു. ആ സമയത്ത് ഇതേപോലത്തെ ഒരു VHP പ്രവർത്തകനെ, ആ ഒരു ഗ്രൂപ്പിന്റെ നേതാവായിട്ടുള്ള VHP പ്രവർത്തകരെ ഈ ചാനലിലുള്ള ആൾക്കാർ വിളിക്കുകയുണ്ടായി. ആ സമയത്ത് ഇതെന്തിനാണ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് അയാൾ ഒരു മറുപടി പറഞ്ഞു, ഒരു ന്യായീകരണം പറഞ്ഞു. ആ ന്യായീകരണം നിങ്ങളൊന്ന് കേൾക്കണം. വളരെ വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നും. അതായത് കുട്ടികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന കണ്ടപ്പോൾ അയാൾക്ക് എന്തോ അസ്വാഭാവികത തോന്നിയത്രേ. ഒരു സ്കൂളാണ്, ആ സ്കൂളിൽ കുട്ടികളെല്ലാവരും കൂടെ ഗ്രൗണ്ടിൽ ഇറങ്ങി, കുട്ടികളൊക്കെ തന്നെ റെഡ് കളറിലുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, ചില കുട്ടികൾ വൈറ്റ് കളറിലുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. സാധാരണഗതിയിൽ ക്രിസ്മസ് ആഘോഷത്തിനൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ തന്നെ മിക്കപ്പോഴും റെഡ് കളറിലെ അല്ലെങ്കിൽ വൈറ്റ് കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പോകാറുള്ളത്. നമ്മുടെ ഒരു സന്തോഷമാണ്, കുട്ടികളുടെ ഒരു സന്തോഷമാണ്. അങ്ങനെ കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയും പാടുകയും ഒക്കെ ചെയ്തു. കുറച്ച് കുട്ടികൾ ക്ലാസ്സിലുണ്ട്, അധ്യാപകരൊപ്പം ഉണ്ട്. ഇത് കണ്ടപ്പോൾ അയാൾക്ക് അസ്വാഭാവികത തോന്നിയത്രേ. കേരളത്തിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും ക്രിസ്മസ് ഈ ഒരു രീതിയിലാണ് ആഘോഷിക്കാറുള്ളത്. ക്ലാസ് മുറികളിൽ കേക്ക് മുറിച്ചും കരോൾ ഗാനം പാടിയും ഒക്കെ തന്നെയാണ് കുട്ടികൾ ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത്. അതിനകത്ത് അസ്വാഭാവികത കാണുന്ന അയാളുടെ കണ്ണിനല്ലേ കുഴപ്പം? എന്നിട്ട് വേറൊരു വാദവും കൂടി അയാൾ പറഞ്ഞു. അതായത് മതപരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിക്കുവാണത്രേ. കുട്ടികളുടെ ഇടയിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്നു. എന്ത് തെറ്റായ സന്ദേശമാണ് അതിലൂടെ ഉണ്ടാകുന്നത്? ജാതി മതഭേദമന്യേ എല്ലാ കുട്ടികളും ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് തെറ്റായ സന്ദേശമാണ്? പകരം അവരുടെ ഉള്ളിലെ ഈ ആഘോഷങ്ങളൊക്കെ തന്നെ സന്തോഷമാണ്, എല്ലാവർക്കും ആഘോഷിക്കാം, അതിനകത്ത് മതത്തിന്റെ വേർതിരിവുകളൊന്നുമില്ല, എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടുകൂടി ആഘോഷിക്കാം എന്നുള്ള ഒരു മെസ്സേജ് അല്ലേ അവരുടെ ഉള്ളിൽ കൊടുക്കുന്നത്? മതപരിവർത്തനം പോലും. നാണമില്ലല്ലോ ഇവനൊക്കെ. ഇവന്റെയൊക്കെ ഉള്ളിൽ വരുന്ന ആ ഒരു ചിന്താഗതി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് എന്ത് കണ്ടാലും മഞ്ഞയായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് തോന്നുക. ഇതേ കാര്യമാണ് ഇവന്മാർക്കൊക്കെ. ഇവന്മാരുടെ ഉള്ളിലൊക്കെ അങ്ങ് അസഹിഷ്ണുതയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് കുരു പൊട്ടും. അങ്ങനെ കുരു പൊട്ടി അത് മറ്റുള്ളവരുടെ മെക്കിട്ടും കൂടി അങ്ങ് എടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്, മതപരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ തെറ്റായ സന്ദേശം പകർന്നു നൽകുന്നത്. സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശമാണ് കുട്ടികളുടെ ഉള്ളിൽ ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥരുടെ ആഘോഷങ്ങൾ നമ്മൾ ഒത്തുചേർന്ന് ആഘോഷിക്കുമ്പോൾ സന്തോഷവും സമാധാനത്തിന്റെയും മെസ്സേജാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ ചെല്ലുക. ഇവിടെ തെറ്റായ സന്ദേശം കൊടുത്തത് ആരാണ്? ആ VHP പ്രവർത്തകരല്ലേ? സ്കൂളിലേക്ക് കടന്നു ചെല്ലുന്ന കുട്ടികളുടെ ഇടയിൽ ഒരു ഭീതി ഉണ്ടാക്കിയ VHP പ്രവർത്തകരാണ് തെറ്റായിട്ടുള്ള സന്ദേശം കൊടുത്തത്. ഇനി അതും പോരാഞ്ഞിട്ട് ഇന്നലെ 2 ഇൻസിഡന്റ് ഉണ്ടായി. ക്രിസ്ത്യൻസിന് നേരെ 2 അക്രമങ്ങൾ ഉണ്ടായി. അതിന്റെ വാർത്ത ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഈ ക്രിസ്മസ് ഈവൻ്റ് അന്ന് ഇവിടെ കരോൾ പാട്ട് മത്സരവും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഇവിടെ ഓർഗനൈസ് ചെയ്ത സ്റ്റേജിൻ്റെ പിറകിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു 200 അടി അകലെയാണ് റോഡ് തന്നെ. അത്രയും ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത സമയത്താണ് ചാവക്കാട് സ്റ്റേഷനിൽ നിന്ന് ആരാ വന്നതെന്ന് എനിക്കറിയില്ല, ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഇത് ഇവിടെ നടത്താൻ പാടില്ല, മൈക്ക് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വിലക്കി. അങ്ങനെ നടത്തുകയാണെങ്കിൽ ഇതെല്ലാം സീസ് ചെയ്യും, എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അച്ഛനായിട്ട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, അച്ഛനറിയില്ലേ ഇങ്ങനെ കാര്യങ്ങൾ നടത്താൻ പാടില്ലെന്ന്? ആദ്യമായിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഇവിടെ എല്ലാ ആരാധനാലയങ്ങളിലും, അതും ഞങ്ങളുടെ ആരാധനാലയങ്ങളിൽ വളരെ പീസ്ഫുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നടത്താറ്. ആരും പ്രകോപിതരായി പ്രവർത്തിക്കാറില്ല ഇവിടെ. പത്തനംതിട്ട തിരുവല്ല കുമ്പനാട് കരോൾ സംഘത്തെ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചിരുന്നു. ഈ സംഘത്തെ ആക്രമിച്ച 4 പേർ, സ്ത്രീകളടക്കം 8 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ സ്ത്രീകളടക്കം 8 പേർക്ക് പരിക്കേറ്റു. അതിൽ 4 പേർ ഇപ്പോൾ പിടിയിലായി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പ്രതികളെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രാത്രിയുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളടക്കം 8 പേർക്കാണ് പരിക്കേറ്റത്. ഈ 2 സംഭവങ്ങളാണ് ഇന്നലെ ക്രിസ്ത്യൻസിന് നേരെ ഉണ്ടായത്. ഒരു സ്ഥലത്ത് ഒരു പള്ളിയിലേക്ക് പോലീസുകാർ ചെന്നിട്ട് ക്രിസ്മസ് ആഘോഷിക്കരുത്, കരോള് പാടരുത്, കരോൾ ഗാനമൊക്കെ ഉറക്കെ പാടിക്കഴിഞ്ഞാൽ എല്ലാം വലിച്ചു പറിച്ച് അയ്യത്ത് കളയുമെന്ന് പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് പോലീസുകാർ അങ്ങനെ ചെന്നത്, അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ആര് പറഞ്ഞിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊന്നും കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ്. പോലീസുകാർ അവിടേക്ക് കടന്നു ചെല്ലുന്നു, എല്ലാവരും ഒത്തൊരുമയോടിരുന്ന് ആഘോഷിച്ചിരുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ സമാധാനം ഇല്ലാതെയാക്കുന്നു. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്.
എന്ത് സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ അത്തരത്തിലൊരു പരിപാടി കാണിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി രണ്ടാമത് ഞാൻ കാണിച്ചേക്കുന്ന ഇൻസിഡന്റ്, ആ ഇൻസിഡന്റ് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം നിയമപാലകരാണെന്നുണ്ടെങ്കിൽ ഇത് ആരാണ് ആക്രമി സംഘം എന്ന് അറിയില്ല. കരോൾ സംഘത്തിന് നേരെ അക്രമമായിട്ട് ചെന്നതാണ്. അതിനകത്ത് സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അതുപോലും കൺസിഡർ ചെയ്യാതാണ് അവർ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചെന്നത്. ഇതൊക്കെ തന്നെ പേടിയുളവാക്കുന്ന രീതിയിലുള്ള സംഭവമാണ്. ഇന്ന് ക്രിസ്മസ് ദിവസമാണ്, പക്ഷെ ക്രിസ്മസിന്റെ തലേന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഇതൊക്കെയാണ്. ഇന്നലെ രാത്രി നടന്നതാണ് ഈ 2 സംഭവങ്ങളും. ആ 10 പേരടങ്ങുന്ന ആ ഗ്രൂപ്പ്, 10 പേരെങ്ങാണ്ട് അടങ്ങുന്ന ഒരു സംഘമാണ് അവരെ ആക്രമിക്കാൻ ചെന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണോ മതവിശ്വാസികളാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല, വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. ആരെങ്കിലും ചിലപ്പോൾ ഒരു സംശയം ഉളവാക്കാനോ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനോ ചെയ്തതായിരിക്കാം, ശ്രമിച്ചതായിരിക്കാം. ആരായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തെറ്റാണ്. അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പക്ഷേ മനഃപൂർവ്വം അധികാരികളെ ഇതിനു നേരെ കണ്ണടയ്ക്കുന്നു. ഇതിനൊക്കെ നേരെ കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പെരുകുമെന്ന് എന്താണ് ഈ അധികാരികൾ മനസ്സിലാക്കാത്തത്? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ഗൗരവത്തിൽ ഈ കാര്യങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് അതിനെതിരെ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. ഈ നാട്ടിൽ എന്തും ചെയ്യാം എന്നുള്ള ധൈര്യം പലരുടെയും ഉള്ളിലുണ്ടാകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല പാർട്ടിക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ പല പാർട്ടിക്കാര് പല രീതിയിൽ ഡ്രാമ നാടകങ്ങൾ നടത്തും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ BJPക്കെതിരെ കല്ലെറിയാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രവർത്തകർ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടി കാണിക്കും. കോൺഗ്രസിനെതിരെ കല്ലെറിയാൻ വേണ്ടിയിട്ട് BJP പ്രവർത്തകർ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാൻ വേണ്ടിയിട്ടും മനഃപൂർവ്വം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കും. വേണമെന്നുണ്ടെങ്കിൽ ആ 10 പേരടങ്ങുന്ന സംഘത്തെ ആരാണ് നിയോഗിച്ചത് എന്ന് നമുക്കറിയില്ല. കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്നാൽ തന്നെയും നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ അപകടത്തിലേക്കാണ്. നല്ലതുപോലെ നമ്മളൊക്കെ പേടിക്കണം. ആ രീതിയിലാണ് സിറ്റുവേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ശക്തമായിട്ടുള്ള നിയമം വരണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസുകാർ അതിനകത്ത് ശക്തമായിട്ട് ഇടപെടണം. അക്രമികളെ എത്രയും പെട്ടെന്ന് പിടിക്കണം, അകത്തിടണം. അവരെ വെളിയിലിറക്കി വിടരുത്. ആ VHP പ്രവർത്തകർ വെളിയിലിറങ്ങി, 3 പേരെ പിടിച്ചെന്ന് പറഞ്ഞില്ലേ, അവർ വെളിയിലിറങ്ങി സുഖമായിട്ട് നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഞങ്ങൾ ചെയ്തത് അയ്യോ മതത്തിനെ രക്ഷിക്കാനാണ്, മതത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞു വരുത്തും. ഇപ്പൊ തന്നെ പറയുന്നുണ്ട്. അവിടെ ഏതാണ്ട് അസ്വാഭാവികത ഉണ്ടായി അത്രേ. കുഞ്ഞു പിള്ളേർ ക്രിസ്മസ് ആഘോഷിച്ചിട്ടിരുന്ന സമയത്ത് അസ്വാഭാവികത ഉണ്ടായി. അവിടെ ആരാണ്ട് ചെന്നു മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. ഒന്ന് കേക്കും മുറിച്ചൊരു കരോൾ ഗാനം പാടിയപ്പോഴത്തേനും മതപരിവർത്തനം നടന്നു കഴിഞ്ഞു. മുക്കിന് മൂലയിൽ ഇരുന്ന് ഓരോരുത്തവന്മാരെ ഓരോ പ്രസംഗങ്ങൾ നടത്തുന്നില്ലേ? അപ്പൊ ഇങ്ങനെ ആയില്ലെങ്കിലേ ഉള്ള അതിശയം. അങ്ങനെ പ്രസംഗം നടത്തുന്നവന്മാരെ വേണം ആദ്യം പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ആൾക്കാരുടെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവന്മാർ പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് അവരെ അങ്ങ് ഫോളോ ചെയ്യും. എന്നിട്ട് ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തും. എന്നിട്ട് നമ്മുടെ നാടിന്റെ സമാധാനം ഇല്ലാതാക്കും.